ഇന്നൊരു ഡ്രോയിങ് വീഡിയോ ആയാലോ? ഞാൻ അങ്ങനെ വല്ല പടം വരക്കാരിയൊന്നുമല്ല കേട്ടോ. ബട്ട് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ മുതൽ ഡ്രോയിങ്ങിനുള്ളൊരു മൂഡാണ്. അപ്പം ഞാനൊരു A4 ഷീറ്റൊക്കെ എടുത്ത് സിമ്പിളായിട്ടാണ് വരയ്ക്കണത്. മണ്ടാല ആർട്ട് അങ്ങനെയൊക്കെ പറയണ കേൾക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റണതാണ്. സ്ട്രെസ് റിലീഫൊക്കെ ആണെന്നാണ് പറയുന്നത് ഈ ഒരു ആർട്ട്. ബട്ട് എനിക്കിത് വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രെസ്സാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യണമല്ലോ, പക്കയായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ആ കേവൊക്കെ ഒന്ന് വരച്ച് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ എപ്പോഴും വരയ്ക്കുന്നതാണ് താമരപ്പൂവാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമുക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള പൂവിലൊന്നാണല്ലോ താമര. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊടുത്ത് ജസ്റ്റ് അതൊന്ന് ബോർഡർ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കുകയാണ്. ആ കേവ്സും എല്ലാം ഒന്ന് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ. താമര ഫുള്ള് സ്കെച്ച് യൂസ് ചെയ്താണ്. അതിൻ്റെ തണ്ട് വരുന്നതൊക്കെ നമ്മൾ ഒരു സൈഡ് സ്കെച്ച് വെച്ചും മറ്റേ സൈഡ് നമ്മുടെ ബ്ലാക്ക് പെണ്ണ് വെച്ച് നമ്മൾ നോർമൽ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പെണ്ണ് വെച്ചാണ് ചെയ്യണത്. ഈ മണ്ടാലാട്ട് ചെയ്യാനായിട്ട് കുറേ പെന്നും പെൻസിൽ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ അതൊന്നും അവൈലബിൾ ഇല്ലാത്തതാണ് നമ്മൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്കെച്ചും ഒരു പെണ്ണ് വെച്ചാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ കൈ കൊണ്ട് വരച്ചു. അപ്പോൾ എനിക്ക് ലൈനൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് സ്കെയിൽ കൊണ്ട് വരയ്ക്കാനാണല്ലോ എളുപ്പം. ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ആ ബോർഡറും കൂടെ ഒന്ന് സ്കെച്ച് പെൻ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് 2-3 ഡോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഫിനിഷായി. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.